കഷ്ടിച്ച് +2 പാസ്സായ ഇവൻ എഞ്ചിനീയറിംഗിനുള്ള എൻട്രൻസ് എക്സാം എഴുതി 8 നിലയിൽ പൊട്ടി വീട്ടിൽ തന്നെയിരുന്നു. പക്ഷെ എക്സാം പാസ്സായി കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ഇവന്റെ ഗേൾ ഫ്രണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് നമുക്കിടയിൽ വർക്കാകില്ലെന്നും അതുകൊണ്ട് നമുക്ക് പിരിയാമെന്നും പറഞ്ഞ് ഇവനെ ബ്ലോക്ക് ആക്കി. പൈസ കൊടുത്ത് തന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർക്കണമെന്ന് ഇവൻ അച്ഛനോട് പറഞ്ഞെങ്കിലും നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ചരിത്രമില്ലെന്നും നീ അത് പഠിച്ചു തന്നെ നേടണമെന്നും പറഞ്ഞ് അച്ഛൻ ഇവനൊരു എൻട്രൻസ് ട്യൂഷന് ചേർത്തു. അങ്ങനെ തന്റെ ഫ്രണ്ടുമായി ട്യൂഷൻ ക്ലാസ്സിലെത്തിയ ഇവൻ അവിടുന്ന് ഒരു പെണ്ണിനെ കണ്ടതും പിന്നീട് അവൾക്ക് പുറകെയായി. അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇവൻ പല കാട്ടിക്കൂട്ടലുകളും നടത്തി. അങ്ങനെ പതിയെ അവർ കമ്പനി ആയതും ഒരു ദിവസം ഇവൻ അവളെ പ്രപ്പോസ് ചെയ്തു. അപ്പോഴാണ് അവൾ ആ ഞെട്ടിക്കുന്ന സത്യം അവനോട് പറഞ്ഞത്. ആക്ച്വലി ഇവൾ ആ ട്യൂഷൻ ക്ലാസ്സിൽ മെഡിസിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് 4ാമത്തെ വർഷമാണ്. അതായത് ഇവനേക്കാളും 3 വയസ്സ് കൂടുതലുണ്ട് അവൾക്ക്. ഇത് കേട്ടതും ഒരു ഞെട്ടലോടെ അപ്പോ നീ ഒരു ആന്റി ആണല്ലേ എന്നിവൻ പറഞ്ഞു. അതോടെ അവന്റെ കരണം നോക്കിയൊന്ന് കൊടുത്ത് അവൾ നടന്നുപോയി. പക്ഷെ അവൻ അവളെ വിടാൻ തയ്യാറായിരുന്നില്ല. ആന്റി എന്ന് വിളിച്ചതിന് അവളോട് സോറി പറയാൻ അവൻ പല വഴികളും നോക്കി. ഒടുവിൽ അവൾ അവനോട് ക്ഷമിക്കുകയും അവർ പരസ്പരം ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെയിരിക്കെ അവളുടെ ബർത്ത്ഡേക്ക് അവൻ അയച്ച ഒരു വീഡിയോ അവളുടെ അച്ഛൻ കയ്യോടെ പൊക്കി. അതോടെ അവളെ ട്യൂഷൻ അയക്കാതെ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞു. അവളുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കാൻ അവളുടെ അമ്മ ലീവ് എടുത്ത് വീട്ടിലിരുന്നു. അവൻ എത്ര ശ്രമിച്ചിട്ടും പിന്നീട് അവളെ കോൺടാക്ട് ചെയ്യാൻ സാധിച്ചില്ല. ഒടുവിൽ അവസാനത്തെ വഴിയെന്നോണം എഞ്ചിനീയറിംഗും മെഡിസിനും ഉപേക്ഷിച്ച് ഇവൻ മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കാനും അവൾ ബയോടെക്നോളജി പഠിക്കാനും വ്യത്യസ്ത കോളേജുകളിലേക്ക് പോയി. പിന്നീട് അവർ പരസ്പരം കാണുകയും ഒടുവിൽ അവരുടെ കല്യാണം വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു.